ഹായ്, എല്ലാവർക്കും സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടോ, നല്ല ഫ്ലാക്സ് സീഡ് വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ആയ ഒരു ലഡു ഉണ്ടാക്കാനാണ്. അപ്പോൾ എല്ലാവരും എള്ളുണ്ടയും അതേപോലെ തന്നെ ഉലുവുണ്ട് അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വയറിനൊക്കെ നല്ലതാണ്. രാവിലെ ഒരെണ്ണം കഴിച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് മഴക്കാലത്ത് കർക്കിടക മാസത്തിലൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 200 ഗ്രാം ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു 100 ഗ്രാം നമ്മളെ കപ്പലണ്ടി നിലക്കടല എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുള്ളൂ. ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇത് കുറച്ച് കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ അത്രേ എടുത്തുള്ളൂ. പിന്നെ അതേപോലെ ബദാമും, ബദാമൊന്നും ഒരുപാട് വേണ്ട, നമ്മൾ കൂടുതൽ ഫ്ലാക്സ് സീഡ് തന്നെയാണ് വേണ്ടത്. അപ്പം ഞാൻ കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കറുത്ത എള്ള്, വെളുത്ത എള്ളുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി കാണാനും നല്ലത്. പക്ഷേ കറുത്ത എള്ളാകുമ്പോൾ നമുക്ക് മരുന്നിന് കൂടുതൽ ഉപയോഗിക്കൽ കറുത്ത എള്ളല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ ശർക്കരയാണ്. ഞാൻ കുറച്ച് കൂടുതൽ മധുരം വേണ്ടുന്നവർക്ക് കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ ഇത്ര മാത്രമേ ശർക്കര എടുത്തിട്ടുള്ളൂ. ഒരു 7 കട്ടയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് ശർക്കര പാനി ഉണ്ടാക്കണം. പിന്നെ അതിന് മുമ്പായിട്ട് നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാനുണ്ട്. നമുക്കത് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ബദാം വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതുപോലെ നമ്മൾ നിലക്കടല കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതും നന്നായി ഒന്ന് വറുത്തെടുക്കണം. അത് നല്ലപോലെ വറുത്ത് അണ്ടിപ്പരിപ്പും കൂടി അതിലേക്ക് വീണിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഉണ്ടല്ലോ, വറുത്തെല്ലാം കൃത്യമായിട്ടാണ്, കരിഞ്ഞ് പോകാൻ പാടില്ല. നമുക്ക് അതിന് ശേഷം നമുക്ക് ഇത് എല്ലാം പൊടിച്ചെടുക്കണം. എള്ള് വറുത്തെടുക്കാം. പെട്ടെന്ന് ആവും, അധികം കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ തീയെല്ലാം സിമ്മിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി വറുത്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലാക്സ് സീഡ് വറുത്തെടുക്കാം. നമ്മൾ ഫ്ലാക്സ് സീഡും ഇവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ച് വരാം. അപ്പം ഇത് ആദ്യത്തെ നട്ട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റേതും കൂടി പൊടിച്ചെടുക്കാം. അങ്ങനെ നൈസായിട്ട് പൊടിക്കണമെന്നില്ല, വേണ്ട, ഒരു തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളപ്പാവിലേക്കാണ് ഇട്ട് റെഡിയാക്കേണ്ടത്. ഇനി നമുക്ക് ശർക്കര പാനിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനത് പാത്രത്തിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാനിയാക്കി എടുക്കാം. വെള്ളപ്പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് ഇട്ടു കൊടുക്കാം. നല്ല പോലെ ഇതൊന്ന് മിക്സ് ആക്കണം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് നെയ്യ് വേണ്ട, മറ്റുള്ളതെല്ലാം കൂട്ടുന്നതുകൊണ്ട് കുറച്ചേ നെയ്യ് ഒഴിച്ചിട്ട്. ഇത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് തണിയണം. ഇങ്ങനെ കുറച്ച് തണിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ഉണ്ടയാക്കാൻ പറ്റുള്ളൂ. കുറച്ച് തണിഞ്ഞിട്ട് നമുക്ക് ഉണ്ടയാക്കാം. ചെറുതായി തണിഞ്ഞിട്ടുണ്ട്. ഒരുപാട് തണിഞ്ഞാൽ നമുക്ക് ഇത് ശരിക്കും ഉണ്ടയാക്കാൻ കിട്ടൂല. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഉണ്ടയാക്കി എടുത്ത് വെക്കാം. നല്ല ചൂടുണ്ട്, കുറച്ചും കൂടി. ഇത് ഓരോന്നെല്ലാം ഒരു ദിവസം കഴിക്കുന്ന, അപ്പോൾ ഈ വലിപ്പത്തിൽ മതി. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള രീതിയിൽ ഉണ്ടയാക്കി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലാക്സ് സീഡ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അത്രയേ ഉണ്ടാവുള്ളൂ. നമ്മൾ അത്ര പോലെ ആക്കി 1 കിലോനെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ 200 ഗ്രാം ഫ്ലാക്സ് സീഡും അതുപോലെ 100 ഗ്രാം വെച്ചിട്ട് മറ്റുള്ളത് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇനി വേണമെങ്കിൽ ആദ്യം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.